ഇന്ന് നമുക്കൊരു ക്രിസ്പി ആയിട്ടുള്ള ഒരു സോയാബീൻ ഫ്രൈ ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ആദ്യമേ നമ്മൾ തിളച്ച വെള്ളത്തിലോട്ട് ഉപ്പും ഇട്ട് സോയാബീനും ഇട്ട് നല്ല രീതിയിൽ കുതിർത്തെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് അത് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി എടുക്കാം കേട്ടോ. കുഞ്ഞു കഷ്ണങ്ങളാക്കുന്നത് നമുക്ക് പെട്ടെന്നായി വരികയും ചെയ്യും, നല്ല ക്രിസ്പി ആവുകയും ചെയ്യും. ഞങ്ങളുടെ വീട്ടിലൊക്കെ ഉള്ള പരാതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല ക്രിസ്പി ആവാറില്ല, ഫ്രൈ ചെയ്തതായിട്ട് തോന്നില്ല, അതിനകത്ത് വെള്ളം ഊറിയിരിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള പരാതികളാണ് സോയാബീൻ ഉണ്ടാക്കുമ്പോൾ വരുന്നത്. അപ്പൊ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുഞ്ഞു കുഞ്ഞു പീസുകളാക്കുന്നത്. പിന്നെ നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന, അതായത് നമ്മൾ നോർമലി ഫ്രൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന മസാലകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വലിയ റെസിപ്പിയൊന്നുമല്ല. ആദ്യമേ നമ്മൾ കുറച്ച് മുളക് പൊടി ഇട്ടു, പിന്നെ കുറച്ച് മസാലപ്പൊടി ഇട്ടു, പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടു. ആ, പിന്നെ ഇവിടെ എരി കൂടുതൽ വേണ്ടുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരല്പം കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. ആ, പിന്നെ നമുക്ക് ഉപ്പ് നമ്മള് ഇട്ട് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇതിനകത്ത്. അപ്പൊ അതുകൊണ്ട് ആവശ്യത്തിന് ഇച്ചിരി ഉപ്പൊക്കെ കാണും. എന്നാലും നമ്മൾ കുറച്ച് ഒരല്പം ഉപ്പ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ നല്ല രീതിയിൽ ഇതിനെ ഇളക്കി എല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ ഇളക്കി കൊടുത്തേക്കുകയാണ്. പിന്നെ കുറച്ചു നേരം ഇരുന്നാൽ കുറച്ച് മസാല പിടിക്കും. പക്ഷെ ഇത് പെട്ടെന്നാക്കി എടുത്താലും ഒരു പ്രശ്നമില്ല. നമ്മള് നല്ല രീതിയിൽ തന്നെ ആണ് ആയി വരുന്നത്. പിന്നെ നമ്മള് ഒരല്പം വലിയ ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. അതിനകത്ത് കുറച്ച് നല്ല എണ്ണ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം സോയാബീൻ എല്ലാം അതിനകത്തിട്ട് നല്ല രീതിയിൽ അങ്ങനെ വെച്ചേക്കുക. അതായത് നല്ല ബ്രൗൺ കളർ ആയി വരും. ഇതിപ്പം കുഞ്ഞു കഷ്ണങ്ങളായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതേ, പിന്നെ പെട്ടെന്ന് കുറെ എണ്ണ പിടിക്കും കേട്ടോ. സോയാബീന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ഹെൽത്തി അല്ല. മീൻസ് എണ്ണ പിടിക്കുന്നതുകൊണ്ട് ഈ ഫ്രൈ അത്ര ഹെൽത്തി അല്ല. അപ്പം പിന്നെ അത് നമ്മള് പെട്ടെന്ന് തന്നെ ആയി വരും. അതാണ് ഈ കുഞ്ഞു കഷ്ണങ്ങളാക്കിയാലുള്ള പ്രത്യേകതയാണത്. പിന്നെ ഇച്ചിരി കഴിയുമ്പോൾ തന്നെ നല്ല ബ്രൗൺ കളർ ആയിട്ട് വരും. നമുക്ക് പിന്നെ ഇളക്കി നോക്കുമ്പം ഇത് കണക്ക് നല്ല ക്രിസ്പി ആണെന്നുള്ള ശബ്ദമൊക്കെ കേൾക്കും കേട്ടോ. ഇത് കണ്ടോ, നല്ലോണം ആയി വന്നിട്ടുണ്ട്. വ്യത്യാസം കണ്ടോ? ഇങ്ങനെ സൗണ്ട് ഒക്കെ കേൾക്കാൻ നല്ല ക്രിസ്പി. നിങ്ങൾ ആ ശബ്ദം കേട്ടോ? ആ ക്രിസ്പി ആയതിന്റെ ശബ്ദം കേട്ടോ അത്. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.